ഇതൊരു ചരിത്ര വസ്തുതയാണ്. നേർക്കുനേരെ ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം. അത് പറയുന്നത് നമ്മൾ മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്തൊരു ഹിന്ദു ക്ഷേത്ര ധ്വംസനത്തിൻ്റെ കഥയാണ്, കൂട്ടക്കുരുതിയുടെ കഥയാണ്, മതം മാറ്റലിൻ്റെ കഥയാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇസ്ലാമിക ആക്രമണകാരികൾ AD 8-10 നൂറ്റാണ്ടുകളിലൂടെ ഭാരതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ചെയ്തു കൂട്ടിയതാവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ ക്രൂരമായ ഹിന്ദു ക്ഷേത്രം തകർക്കൽ, വലിയ തരത്തിൽ ഹിന്ദു സനാതന ധർമ്മികളെ മതം മാറ്റൽ, കൂട്ടക്കുരുതി, അതിൻ്റെ പശ്ചാത്തലത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കൂട്ടക്കുരുതികൾ ഒക്കെ നടത്തുന്നത് ക്രിസ്തു മതത്തിൻ്റെ ആവിർഭാവത്തോടെയാണ്. ആ അർത്ഥത്തിൽ ക്രിസ്തു മതമാണ് ഹിന്ദു ക്ഷേത്രം തകർക്കലിൻ്റെ തുടക്കമിടുന്നത്. ഔദ്യോഗിക ക്രിസ്തു മതം അതിവിടെയല്ല. അതാണ് അതിൻ്റെ അത്ഭുതം. അതിവിടെയല്ല. ഇന്ന് കാണുന്ന ഭാരതത്തിൻ്റെ കീഴിൽപ്പെടുന്നതല്ല, ഭാരതത്തിൻ്റെ പഴയ സാംസ്കാരിക ഭൂമികയിൽ പെടുന്നതാണ്, കൾച്ചറൽ മിലിയിൽ പെടുന്നതാണ്. അർമേനിയയിലാണ്. പഴയ അർമേനിയ, ഇന്നത്തെ കിഴക്കൻ തുർക്കിയിൽ പഴയ അർമേനിയ, പഴയ അനറ്റോളി, ഹിറ്റൈറ്റുകളും മിറ്റാനികളും ഒക്കെ പഴയ വൈദിക ഗോത്രങ്ങളും കുലങ്ങളും ഒക്കെ പുലർന്ന അവർ ഭരിച്ച ക്രിസ്തുപൂർവ്വ വർഷങ്ങളിൽ രണ്ടാം സഹസ്രാബ്ദത്തിലൊക്കെ അങ്ങനെ വലിയൊരു സാംസ്കാരിക പ്രക്രിയ നടന്ന സ്ഥലമാണ്. പക്ഷെ നമ്മളതിനെ ആ അർത്ഥത്തിൽ ചരിത്രം ആ അർത്ഥത്തിൽ നമ്മളതിനെ അങ്ങനെ കാണാതെ നേർക്കുനേരെ നമുക്കറിയുന്ന ചരിത്രത്തിലെ സനാതന ക്ഷേത്രങ്ങളുടെ ധ്വംസനത്തെ, തകർക്കലിനെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എത്തുന്നത് അവിടെയാണ്. എന്നാണ് ക്രിസ്തുവിന് ശേഷം 301 വർഷം, 4-ാം നൂറ്റാണ്ട് തുടക്കം, 301 AD പറയുന്നു അർമേനിയയിലാണ് നടന്നിരിക്കുന്നത്. ഇന്നത് കിഴക്കൻ തുർക്കിയിലെ മുഷ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നത് നിലകൊള്ളുന്നത്. ആ തകർക്കപ്പെട്ട അക്കാലത്തെ വിഖ്യാതമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രം അവിടുത്തെ. അത് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ ആ കഥ ശരിക്കും വിദേശ ചരിത്രകാരന്മാർ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 20-ാം നൂറ്റാണ്ടിലുമൊക്കെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലും ഒക്കെ ഇത് അവതരിപ്പിക്കുമ്പോൾ വിദേശ ചരിത്രകാരന്മാർ അവതരിപ്പിക്കുമ്പോൾ ഒരു വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട്, ഭാരത ഇത് അമ്പയെ മറന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭാരതത്തെ അമ്പയെ മറന്നുപോയിരിക്കുന്നു എന്നവർ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പിൽക്കാലത്ത് അവതരിപ്പിച്ച എല്ലിസിനെ പോലെ, JB എല്ലിസിനെ പോലുള്ളവർ, പ്രൂഥോമിനെ പോലെ ഫ്രഞ്ച് ചരിത്രകാരന്മാർ, പിൽക്കാലത്ത് അവതരിപ്പിച്ച സേത്ത്, JF കെന്നഡി ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ജോഹന്നാസ് ഔഡാൽ അവതരിപ്പിക്കുന്നു. ജോഹന്നാസ് ഔഡാൽ, അതാണ് ഒരു പക്ഷേ ഞാൻ മൂലമാക്കിയെടുത്തിരിക്കുന്ന പ്രധാന ഇതിൻ്റെ ഒരു ആധാരം. അതുകൂടെ പറഞ്ഞിട്ട് പോകാം. ചരിത്രമാണ്, കള്ളക്കഥയല്ല, ഔദ്യോഗിക ചരിത്രമാണ്. ക്രിസ്തു മതത്തിൻ്റെ, കത്തോലിക്ക മതത്തിൻ്റെ ഔദ്യോഗിക ചരിത്രമാണ്. ഇത് ചെയ്ത ആൾ, ഈ ക്ഷേത്രധ്വംസനം നടത്തിയ ആൾ വിശുദ്ധനായി പിൽക്കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ആളാണ്. സെയിൻറ്റ് ഗ്രിഗറി ദ ഇലൂമിനേറ്റർ എന്ന് പറയും. അദ്ദേഹം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അദ്ദേഹത്തിൻ്റെ വലിയ പ്രതിമയൊക്കെ ഉണ്ട്, വലിയ ബഹുമാനിതനാണ്. സെയിൻറ്റ് ഗ്രിഗറി ദ ഇലൂമിനേറ്റർ വെച്ചാൽ ബോധോദയകാരകൻ, പ്രകാശ സംവർദ്ധകൻ, എന്തുമായിക്കോട്ടെ, ജ്ഞാനകാരകൻ, ഇലൂമിനേറ്റർ ആണല്ലോ. അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ചരിത്രത്തിലേക്ക് പോകാം. പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം. നിങ്ങൾ പൊതുവെ വലിയൊരു ശതമാനം ആൾക്കാർ കേട്ടിട്ടുണ്ടാവുന്ന കാര്യമല്ല, ഞാനെങ്കിലും ലഘുവായി പറയാൻ ശ്രമിക്കാം. എന്തായാലും വലിയ വീറിൻ്റെയും പോരാട്ടത്തിൻ്റെയും വലിയ കഥയാണ്. അത് വിസ്തൃതമായി എഴുതുകയും പറയുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്താൽ അത്തരത്തിൽ സിനിമാറ്റിക്കായി കൊണ്ടുവരേണ്ട ഒത്തിരി എലിമെൻറ്റിലുള്ള ഒരു ഇതും കൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്തത് AD 301. ഞാൻ 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്നത്തെ കിഴക്കൻ തുർക്കിയിലെ മുഷ് എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ പഴയ അർമേനിയയിലാണ് ഇത് നടന്നിരിക്കുന്നത്. ഈ ഹിന്ദു ക്ഷേത്രം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഹിന്ദു ക്ഷേത്രങ്ങൾ അവിടെയോ? അതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ ക്യൂരിയോസിറ്റി. തകർക്കലിനെക്കാട്ടി കൂടുതൽ ആർക്കും മനുഷ്യർ തോന്നിയ ഹിന്ദു ക്ഷേത്രങ്ങൾ. അതിൻ്റെ ചരിത്രം പെട്ടെന്ന് പറയാം. ഈ ചരിത്രം തുടങ്ങുന്നത് ഒരു 450 വർഷം പുറകിലാണ്. അപ്പോൾ ഗ്രിഗറി തകർക്കാൻ വരുമ്പോഴത്തേക്ക് 450 വർഷമായിട്ട് നേർക്കുനേരെയാണ് ഹിന്ദു സമൂഹം അവിടെ പുലർന്നിരുന്നു. 450 വർഷം. അത് തുടങ്ങുന്നത് 150 BC-യിലാണ്, അല്ലെങ്കിൽ BCE, കോമൺ ഇറ BCE-യിലാണ്. ക്രിസ്തുപൂർവ്വം 150-ാം വർഷത്തിലാണ്. ക്രിസ്തുവിന് മുമ്പ് 150-ാം വർഷത്തിൽ 2 രാജകുമാരന്മാർ ഭാരതത്തിൽ നിന്ന് പലായനം ചെയ്യുന്നു. എന്തൊക്കെയോ അവരുടെ ആഭ്യന്തര സാഹചര്യങ്ങൾ പലായനം ചെയ്യുന്നു. അവിടേക്ക് ചൊല്ലും. അന്നത്തെ അർമേനിയ എന്ന് പറയുമ്പോൾ നമ്മൾ വിദൂരമായ ഒരു സ്ഥലമായിട്ട് കാണണ്ട.
ഇന്നിപ്പോൾ നമ്മൾ ഈ ചരിത്രകാരന്മാരിൽ മിത്ര കോറിഡോർ എന്ന് പറയും. അവർ മിത്ര കോറിഡോർ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ നിന്ന് ഈ മിത്രമതം ദ്വാദശാദിത്യന്മാരിൽ ഒരാളായ മിത്രൻ സൂര്യൻ്റെ പ്രഭാത ഭാവത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു മിത്രാവരുണന്മാരുടെ ഒരു കഥ, അതിൻ്റെ ഒരു വികാസമുണ്ട്. ഇറാൻ, പാഴ്സികൾ, സരതുഷ്ട്ര, അതിലൂടെ അതങ്ങനെ കടന്നുപോയി. അത് അർമേനിയ വഴി, തുർക്കി, അർമേനിയ, പഴയ അനറ്റോളിയ വഴി അതങ്ങ് റോമിലേക്ക് പോകുന്നു ഒരു കഥയാണ്. അതുകൊണ്ട് മിത്ര കോറിഡോർ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം എന്ന് പറയും. ഇന്നത്തെ ചരിത്രകാരന്മാർ ഇതിനെ മിത്ര കോറിഡോർ എന്ന് വിളിക്കും ഈ പ്രദേശങ്ങളെ. ഇങ്ങനെയാണ് ഈ മിത്രൻ കടന്നുപോയ വഴി. ലോകത്തെ ക്രിസ്തുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ലോകത്തെ ഒരുമാതിരിപ്പെട്ട അത്തരം പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതം മിത്രമതമായിരുന്നു. മിത്രായിസം എന്ന് ഇംഗ്ലീഷുകാർ വിളിക്കും. അതിനെ എതിർത്തുകൊണ്ടാണ്, അതിനെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ ക്രിസ്തുമതം സ്ഥാപിക്കപ്പെട്ടത്. ജസ്റ്റീനിയൻ കോൺസ്റ്റാന്റിനോപ്പിൾ അദ്ദേഹം ഇത് ഔദ്യോഗികമായി സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ അർമേനിയ ആദ്യത്തെ കിങ്ഡമായി, ക്രിസ്ത്യൻ കിങ്ഡമായി മാറുന്നത് അർമേനിയ ആദ്യത്തെ ക്രിസ്ത്യൻ കിങ്ഡമായി മാറുന്നു. അപ്പോൾ അവിടുത്തെ പ്രാകൃത മതങ്ങളെ ഔദ്യോഗിക മതമായി പിന്നെ മറ്റ് മതങ്ങളെ, അതിന് മുൻപുള്ള വിശ്വാസങ്ങളെ മുഴുവൻ തകർക്കണമല്ലോ. അതാണല്ലോ ഇപ്പം വേണാട് ശ്രീപത്മനാഭദാസന്മാരായിരുന്നു. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ ഔദ്യോഗിക മതം ഹിന്ദുമതമായിരുന്നു പറയാം. അവരൊന്നിനെയും തകർക്കാൻ ശ്രമിച്ചില്ല, അവരെല്ലാത്തിനും ഇടം കൊടുത്തതേ ഉള്ളൂ. ഈ രണ്ടും നമ്മളൊരു കോൺട്രാസ്റ്റോടെ നിങ്ങൾ കണ്ടോളൂ. അപ്പം അന്ന് അർമേനിയൻ രാജാവ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അപ്പോസ്തലനായ ഗ്രിഗറി അവർ ചേർന്ന് ഈ ക്ഷേത്രങ്ങൾ തകർക്കുന്ന മറ്റ് വിശ്വാസങ്ങൾ ഇല്ലാതാക്കുന്നതിൻ്റെ ചർച്ച ചെയ്യുമ്പോഴാണ് അവരിങ്ങനെ അതുമായിട്ടുള്ള യാത്രകൾ നടത്തി വിലയിരുത്തൽ നടത്തുമ്പോഴാണ് ഈ ഹിന്ദു ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞപ്പെടുന്ന അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം ആ സമയത്തേക്ക് ഒരു 15,000-ഓളം ജനത വരുന്ന ഒരു 12-14 ഗ്രാമങ്ങൾ, വലിയൊരു പ്രവിശ്യതല, ഈ മലമുകളിൽ വലിയ ക്ഷേത്രങ്ങൾ, പല സ്ഥലത്ത് ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട മലമുകളിലെ ഒരു വലിയ ക്ഷേത്രം, കരക്ക് പർവ്വതനിരകളിൽ ഒരു വലിയ 2 ക്ഷേത്രങ്ങൾ, ഇതൊക്കെയാണ് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ചരിത്രമാണ്. 150 വർഷം, ക്രിസ്തുപൂർവ്വം 150 വർഷം പോകുന്ന രാജകുമാരന്മാർ അവിടെ അർമേനിയൻ അഭയം തേടുന്നു. രാജാവ് ഒരു ചെറിയ ഇടവക അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. അവരവിടെ വിഷാപ് എന്നൊരു നഗരം സ്ഥാപിക്കുന്നു. അത് നമ്മുടെ നാഗപുരമാണ്. അവർ നാഗാരാധകര എന്നൊരു പരാമർശം വേറെയുണ്ട്. അവർ നഗരം സ്ഥാപിക്കുന്നു. അവിടെ അവർ പതുക്കെ വികസിച്ചു വരികയും അവർ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദേവതകളുടെ ഒരു പുണ്യനഗരം, നമ്മുടെ കാശി പോലത്തെ ഒരു പഴയ നഗരം, അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അഷ്ടശതം എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് വ്യാഖ്യാനിക്കാം. അങ്ങനെ അതൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥവും. അവിടെ ചെല്ലുന്നു, അവരുടെ ദേവതയെ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ആ കാലയളവിലൂടെ അവരുടെ ചരിത്രത്തോടെ അവസാനിക്കുക. ഈ ഹിന്ദു ദേവതകളെ അത് കൃഷ്ണനാണെന്നും കിസാനെയെന്നും ദിമിത്ര എന്ന് പറയാം, അത് ജഗന്നാഥനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, മിത്രൻ തന്നെയാണെന്ന് പറയുന്ന ആൾക്കാർ, സൂര്യദേവൻ തന്നെയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് ഔദ്യോഗിക ചരിത്രമാണ്. ഇത് ഔദ്യോഗിക രേഖപ്പെടുത്തപ്പെട്ട ലിഖിത ചരിത്രം ലഭ്യമാണ്. ഇത് നടന്ന 4-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ചരിത്രം ആ കാലത്ത് രേഖപ്പെടുത്തുന്നത്. AD 301 ഈ ബിഷപ്പ് ഗ്രിഗറിയുടെ, ഇന്ന് പിൽക്കാലത്ത് വിശുദ്ധനായ ഗ്രിഗറിയുടെ കൂടെ നടന്ന ബിഷപ്പുണ്ട്, അവിടുത്തുകാരൻ തന്നെ, അർമേനിയക്കാരൻ തന്നെയായ സെനോബ് ദ ഗ്ലാക്കിലെ സെനോബ് എന്ന് വിളിക്കുന്ന സെനോബിയസ് എന്ന് വിളിക്കപ്പെടുന്ന ആൾ രേഖപ്പെടുത്തിയാണ്. ചെറിയ ആളല്ല. ആ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. പിൽക്കാലത്തെ എല്ലാ സാധനവും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയ, അദ്ദേഹം ഇത് കണ്ട ആളെ, കൂടെ നടന്ന ആൾ, അദ്ദേഹം കൂടെ നടന്നാണ് ഹിന്ദു ക്ഷേത്രം തകർത്തതും ഹിന്ദുക്കളെ കൂട്ടം മതം മാറ്റിയും കൂടുതലായി കൊന്നതും. അപ്പോൾ ഈ 150 വർഷത്തെ ചരിത്രത്തിൽ ഈ 15 വർഷത്തോളം ഇവരിങ്ങനെ ഈ 2 രാജകുമാരന്മാർ, ഞാൻ പുറകോട്ട് പോവുക, രാജകുമാരന്മാർ ജീവിച്ചു വരികയും അവരെ ഒരു ഘട്ടത്തിലൊരു ഫ്ലറിഷ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് രാജാവിന് എന്തോ അസ്വസ്ഥത തോന്നിയിട്ട് രാജാവ് അവരെ കൊന്നുകളഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് ഇവർക്ക് 3 കുമാരന്മാരായിരുന്നു. കുവർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുമാരൻ, അത് എന്തുമാകാം, കുമാരൻ തന്നെയാവാം. ഈ ഉത്തരഭാരതത്തിൽ ഇപ്പോഴും കുവർ എന്നുള്ള പേരുണ്ട്. അവിടെ ഇപ്പോഴും അർമേനിയയിൽ ബഹുമാനത്തോടെ പറയുന്ന പേരുകളാണ്. മേഘ്തി, അത് എന്തുമാകാം, മോക്ഷ, മുക്തിയാവാം. അതുപോലെ ഹൊരേന്ദ്ര എന്നുള്ള നമ്മുടെ പേരാണ്, ഹരേന്ദ്ര എന്നുള്ളതാണെന്ന് പറയുന്നു. ഈ ഇത്തരം പേരുകളുള്ള 3 കുമാരന്മാർ അവർക്ക് രാജാവ് ഈ അച്ഛന്മാരെ കൊന്നിട്ട് ഈ മക്കൾക്ക് ഈ വലിയ അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ പ്രവിശ്യാധികാരങ്ങൾ കൊടുക്കും. പ്രത്യേകിച്ച് ഒരു ക്യാൻറ്റനൊക്കെ അവർക്ക് അധികാരമായിട്ട് കൊടുക്കും. അവരവിടെ പെതുക്കെ. അപ്പോൾ ഈ വിഷാപ്പ് എന്നുള്ള നഗരമുണ്ട്. ഈ നഗരം കൂടാതെ മക്കൾക്ക് ഇത് വീതിച്ചു കൊടുക്കുന്നു. മക്കൾ ഗ്രാമങ്ങൾ, അവരുടേതായ പേരുകൾ വികസിപ്പിക്കുന്നു. ആ ചരിത്രം അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ അഷ്ടിഷത്തിൽ അവർക്ക് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ അത് പൊതുവാണ്. അവർക്ക് തോന്നി കുറച്ചുകൂടെ ഭംഗിയുള്ള ശാദ്വലമായ സ്ഥലങ്ങളിലേക്കൊന്ന് പോയിടണം. പ്രത്യേകിച്ച് ഭാരതത്തിലെല്ലാം മലമുകളിലെല്ലാം ദേവതകളുടെ ഒരു സംവിധാനം ഉണ്ടല്ലോ. അവർ മലകളിലേക്ക് പോയി, കാർക്കി പർവ്വതനിരകളിലേക്ക് പോയി, അവിടെ പോയി അവിടെ വലിയൊരു ഇഷ്ടപ്പെട്ടു. അവിടെ ഈ 2 ക്ഷേത്രങ്ങൾ, ഈ കിസാനെ എന്ന അതിൻ്റെ അടുത്ത് പറയുന്നത്, ഗിസാനെ എന്ന സെനോബിയസ് കഴിഞ്ഞ ഗിസാനെ എന്ന കൃഷ്ണൻ തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത്. കൃഷ്ണൻ്റെ ക്ഷേത്രം തലമുടി നീട്ടി വളർത്തിയ കറുത്ത ദേവതയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് 12 അടി. ദിമിത്ര എന്ന് പറയും. ദിമിത്ര എന്ന് അവർ പറയുന്നത് ജഗന്നാഥനാവാം, മിത്രൻ തന്നെയാവാം, സൂര്യൻ തന്നെയാവാം.
ആ ദേവതയ്ക്ക് 15 അടി പൊക്കമുള്ള ചെമ്പ് വിഗ്രഹങ്ങൾ, വലിയ ക്ഷേത്രങ്ങൾ, ചെമ്പ് വിഗ്രഹങ്ങൾ ഹിന്ദു പൂജാരിമാരെ തീരുമാനിച്ച് 12 ഗ്രാമങ്ങൾക്ക് അതിൻ്റെ ചുമതല കൊടുത്തു. വലിയ തരത്തിൽ അത് വികസിച്ചു. അവിടെ കൊണ്ട് ആ ചരിത്രം ഏകദേശം അവസാനിക്കും. നമുക്ക് അവിടുന്ന് അത് ക്രിസ്തുപൂർവ്വം ഒരു 100-ാം നൂറ്റാണ്ട് നടക്കുന്നതാണ്. 100-ാം വർഷം നടക്കുന്നതാണ്. ഒരു ക്രിസ്തുപൂർവ്വം 1-ാം നൂറ്റാണ്ട് അവസാനിക്കും തുടക്കത്തിൽ. ആ ചരിത്രം അവിടെ നമുക്ക് പിന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഗ്രിഗറി വരുമ്പോഴത്തേക്ക് 450 വർഷം കഴിഞ്ഞുള്ള ചരിത്രം നമുക്കറിയുള്ളൂ. അപ്പോഴത്തേക്ക് ഒരു 15,000 പേരോളം ഏകദേശം ഇവരായി കഴിഞ്ഞിരിക്കുന്നു. വലിയ തരത്തിൽ തീർത്ഥാടനം ഈ മലമുകളിലേക്ക് ഉണ്ടാകും. വലിയ തരത്തിൽ ആസ്തിയുള്ള ക്ഷേത്രമായിട്ട് ഈ ഗിസാനയുടെയും കൃഷ്ണൻ്റെ ഈ ജഗന്നാഥൻ്റെ അല്ലെങ്കിൽ മിത്രൻ്റെയും ക്ഷേത്രം മാറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ കിസനെ ആൻഡ് ദിമിത്ര എന്നാണ് അവരുടെ പ്രയോഗം. അത് കൃഷ്ണൻ ഉറപ്പായിട്ടും കൃഷ്ണൻ തന്നെയാണ്. ഈ പുരോഹിതന്മാരെ മുഴുവൻ തലമുടി നീട്ടി വളർത്തുക. അവിടുത്തെ കൾച്ചറിലേക്ക് ഈ ദേവതയ്ക്ക് കറുത്ത നിറവും തലമുടിയാണ്. അത് തലമുടി നീട്ടി വളർന്ന ആൾക്കാരാണ് പുരോഹിതം. അവിടുത്തെ പ്രായമാണ് അവിടുത്തെ ജനത മുഴുവൻ, പിള്ളേ ചെറുപ്പക്കാർ, കുട്ടികൾ പ്രത്യേകിച്ച്. അപ്പോൾ ഈ ഗ്രിഗറിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. രാജാവിനോട് പറഞ്ഞു. രാജാവ് ഭടന്മാരെ കൂടി ഗ്രിഗറി 300 ഭടന്മാരോട്ട് പോവുകയാണ് മലമുകളിലേക്ക്. ഇവരെ കീഴ്പ്പെടുത്താനും തട്ടിമറിക്കാനും തകർക്കാനും വേണ്ടി പോകുന്നു. ആ പോക്കിൽ ഹിന്ദു തലേദിവസം തന്നെ കൂട്ടത്തിലുള്ള ചിലർ ഇവർക്ക് വിവരം കൊടുക്കുന്നു, ഇങ്ങനെ കയറി വരുന്നു. അവർ ആ സമീപകാലത്ത് മതം മാറിയ മതമാണ്, ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചാണ്ട് ഒത്തിരി പേര് പൂർണ്ണമായിട്ടും ഇത് മാറിയിട്ടുമില്ല. മനസ്സ് അങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. അവർ ചിലർ ഇവരുടെ നന്മ ഓർത്തിട്ട് ഇവർ വലിയ കൾച്ചറൽ വലിയ തരത്തിലുള്ള സാംസ്കാരിക പ്രക്രിയകൾ നടത്തിയിരുന്നതാണ്. ഒരു വലിയ പരിധി വരെ ചരിത്രകാരന്മാർ ഈ 1-ാം നൂറ്റാണ്ട് അവസാനിക്കുന്ന കാലത്ത് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ ഈ ദേവതയുടെ ഈ സങ്കേതത്താൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ ജ്ഞാനസ്നാനം ചെയ്യിച്ചാൽ, ക്രിസ്തുവിന് ഈ ഭാരതീയ സ്വാധീനം അല്ലേ തന്നെ. സ്നാപക യോഹന്നാൻ പഴയ എസീനിയൻ സന്യാസിയായിരുന്നു, ന്യായവാദികളുടെ പരമ്പരയപ്പെടുന്ന സന്യാസിയായിരുന്നു അദ്ദേഹത്തിന് ഈ ക്ഷേത്രം, അതായത് ക്രിസ്തുപൂർവ്വകാലത്ത് ഈ ക്ഷേത്രം അതോടെ ഇതിൻ്റെ പറയേണ്ടതുണ്ട് അനിവാര്യമായിട്ടും. സ്നാപക യോഹന്നാൻ അദ്ദേഹം വീണ്ടും ചരിത്രത്തിൽ വരുന്നുണ്ട്. ഈ സ്ഥലത്തേക്ക് സ്നാപക യോഹന്നാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പം സ്നാപക യോഹന്നാൻ ഈ കൃഷ്ണൻ്റെ ഈ ജഗന്നാഥൻ്റെ അല്ലെങ്കിൽ മിത്രൻ്റെ ഈ ഒരു കൾട്ടെന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും അതിൻ്റെ ഈ ജ്ഞാനിമേൽ പ്രചോദിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് ഒരു ചരിത്രകാരന്മാരുടെ ഇടയിലോട് അത്രയും ആഖ്യാനം. ഈ ദേവതയ്ക്ക് തന്നെ വേറെ പേരും പറയുന്നത്, അതിനെ വേറെ അഗ്നി എന്നുള്ള പേരിലും അഷ്ടകി എന്ന പേരിലും അവർ പറയും. ഈ ദേവതകൾ ഇങ്ങനെയും പേര് പറഞ്ഞിട്ട് അതാണ് സ്നാപക യോഹന്നാൻ്റെ സ്വാധീനം എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഗ്രിഗറി മല കയറുന്നു. ആ മല വലിയ ദീർഘമായ യാത്രയാണ്. മലയുടെ അടിവാരത്ത് തന്നെ ഗ്രിഗറിയെ അതിന് മുമ്പേ തലേദിവസം ഇൻഫർമേഷൻ കിട്ടുകൊണ്ട് ഇവർ വലിയ ധനമുള്ള സ്ഥലമായിരുന്നു. ആ ധനം മുഴുവൻ മാറ്റി. അപ്പോഴത്തേക്ക് പകൽ ഗ്രിഗറി ഉച്ചയോട് വന്ന് കയറുന്നു. അവരെ ഗ്രിഗറിയെ ആക്രമിച്ച് ഗ്രിഗറി ഭയപ്പെട്ട് ഗ്രിഗറി തിരിച്ചോടി. അപ്പം രാജാവ് കോപിക്കുമല്ലോ. രാജഗുരുവും കൂടെ അപ്പോസ്തലനും കൂടെയാണ്. അവരുടെ അർമേനിയൻ കിങ്ഡത്തിൻ്റെ അർത്ഥത്തിൽ ആധിപത്യം കൂടെ ഉണ്ട് ആ അർത്ഥത്തിൽ. അതുകൊണ്ട് അവർ പെട്ടെന്ന് കൂടുള്ള കുമാരന്മാരെല്ലാം കൊണ്ട് അദ്ദേഹത്തെയും കൊണ്ട് ഒരു കൊട്ടാരത്തിലേക്ക് വന്ന് ആ കൊട്ടാര ഹിന്ദുക്കൾ വളയുന്നു. ഹിന്ദു ഈ അന്നത്തെ ക്ഷേത്രത്തിൻ്റെ പൂജാരി അർജുൻ, നമുക്ക് അർജുൻ എന്ന് പറയാം. അദ്ദേഹം അർസൻ എന്നാണ് അവിടെ. അതൊരു നഗരം അവിടെ ഉണ്ട്, അർസൻ എന്ന് പറയുന്ന നഗരം. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു മിത്രൻ, അതും ദിമിത്രയാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ആക്രമിക്കുന്നത്. ഈ ആക്രമണം വലിയ പ്ലാനിങ്ങോടുകൂടി ചെയ്തു. വലിയ സ്ഥലത്തെ നമ്മൾ സറായ്ഘട്ടിലെ നമ്മൾ താനാജിയുടെ ശിവജിയുടെ സ്ഥലത്തെ ഉപയോഗിച്ചുള്ളൊരു സാധനമാണ്. അവർക്ക് പരിചിതമായ സ്ഥലത്ത് അവർ കൃത്യമായി പ്ലാൻ ചെയ്ത് ആക്രമിച്ചു. ഇവർ ഭയന്ന് തിരിച്ചൊരു ഗ്രാമത്തിലേക്ക് പോയി, ഒരു കൊട്ടാരത്തിൽ പോയി. ആ കൊട്ടാരം ഇവർ ഹിന്ദുക്കൾ വളഞ്ഞു. വലിയ തരത്തിൽ സന്നാഹങ്ങളും ഇവരുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാഹളം ഒഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുതിരകൾ തിരിഞ്ഞോടി എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗ്രിഗറിയുടെ സെനോബീസ് കൂടുണ്ട്, സെനോബീസ് രേഖപ്പെടുത്തുന്ന. അപ്പം അങ്ങനെ തിരിഞ്ഞോടി കൊട്ടാരം വളഞ്ഞെങ്കിലും പക്ഷെ അപ്പോഴത്തേക്ക് എന്ത് പറ്റി, രാജാവിന് ആൾ പോയി. രാജാവ് 10,000 ഭടന്മാരെ വിടും. അങ്ങനെ ഗ്രിഗറി സംരക്ഷിക്കപ്പെട്ടു. ഒപ്പം തന്നെ അവർ ഈ ഭടന്മാരെല്ലാം ഈ രാജകുമാരന്മാരുടെ പേരിലുള്ള ഗ്രാമങ്ങളെല്ലാം തകർത്തു. ആദ്യത്തെ കൂട്ടക്കുരുതി, ഹിന്ദുവിനെ കൂട്ടക്കുരുതി ചെയ്യുന്ന ആ ഗ്രാമങ്ങളാണ്. അതിൽ കുവർ എന്നുള്ള ഗ്രാമമാണ് ആദ്യം തകർക്കുക. അവരെന്താ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു. ആ ഗ്രാമങ്ങളെല്ലാം കൂടെ അവിടുത്തെ നമുക്കങ്ങനെ ട്രെയിൻഡായ പോരാളികളൊന്നും, പക്ഷേ നമുക്ക് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അവരെല്ലാം മലമുകളിലേക്ക് കയറുന്നു, വിവിധ സ്ഥലങ്ങളിൽ നിലയുറപ്പിക്കുന്നു. അപ്പോൾ തന്നെ പിറ്റേ ദിവസം ഒരു വീണ്ടും ഗ്രിഗറി അവിടെ മാറി നിൽക്കുകയാണ്. ഗ്രിഗറിയെ കൊട്ടാരത്തിൽ മാറ്റി പാർപ്പിച്ചിരിക്കുക. അല്ല, ഗ്രിഗറി കയറിയിട്ടില്ലെന്നല്ല വ്യാഖ്യാനിക്കുക. ഗ്രിഗറി ആദ്യം കയറി പേടിച്ച് തിരിച്ചോടിയതാണ് വിശുദ്ധനായ ഗ്രിഗറി. അതിനുശേഷം ഞാൻ പെട്ടെന്ന് പറയാം, ഇത് വളരെ ദീർഘമായ കഥ. ഈ യുദ്ധം ദീർഘമായി 3 ദിവസത്തോളം യുദ്ധം നടന്നു. അങ്ങോട്ട് ആദ്യത്തെ ദിവസത്തിൽ രണ്ടാമത് ഇവർ കയറുന്ന കയറ്റത്തിൽ ഇവർ ഈ ഗുരുവിനെ, മുഖ്യ പുരോഹിതനെ തലമുടി നീഴ്ത്തിയത് അർജുൻ എന്ന് നമുക്ക് പറയാം. അർസൻ എന്ന് പറയുന്ന ഗുരുവിനെ, ആ പുരോഹിതനെ കൊല്ലുന്നു. ആ സ്ഥലം പിന്നീട് അർസൻ എന്നറിയപ്പെടുന്നു. അവിടുന്ന് ആ ദിവസത്തെ യുദ്ധത്തിന് ശേഷം അവർക്കൊരു തകർച്ചയുണ്ടാകും. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇദ്ദേഹം ഗുരു മരിച്ചപ്പോഴേ താഴത്തെ വിദൂരങ്ങളായ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം തിരിച്ചു. വിഷാപ്പിൽ നിന്ന് വരെ വിദൂരസ്ഥമായ വിഷാപ്പ് എന്ന് പറയുന്ന പഴയ മൂലനഗരത്തിൽ നിന്ന് ആൾക്കാർ വരുന്നു. അവിടുത്തെ പൂജാരിമാരുൾപ്പെടെ വരുന്നു. യുദ്ധത്തിനായി തയ്യാറെടുത്തു. ഹിന്ദു ഒരു ക്രിസ്ത്യൻ യുദ്ധമായിട്ട് മാറി.
നമ്മുടെ അവർക്ക് റീഇൻഫോഴ്സ്മെൻറ്റ്, അവർ ഭടന്മാരുണ്ട്, അവർക്ക് ആയുധങ്ങളുണ്ട്. നമ്മുടെ ആ സംവിധാനങ്ങളൊന്നും, ഹിന്ദുവിൻ്റെ ആ സംവിധാനങ്ങളൊന്നുമില്ല. അവർക്ക് വിശ്വാസം മാത്രമല്ല, കൃഷ്ണൻ്റെ ദേവത ഞങ്ങളെ ഈ കൃഷ്ണൻ ഞങ്ങളെ ഞങ്ങൾ ഈ ദേവതയ്ക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്, ഞങ്ങളുടെ ദേവത ഞങ്ങളെ കാത്തുകൊള്ളും എന്ന് ഈ പൂജാരി ഉറക്കെ പറയുന്നുണ്ട്. ഇതാ നിങ്ങളൊന്നും ഞങ്ങളുടെ ദേവതയെ നശിപ്പിക്കാനാണ് നിങ്ങൾ വരുന്നത്, ആ ദേവത നശിപ്പിക്കുന്നതിന് ഞങ്ങളെ കൊല്ലണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അത്ര ഉറക്കെ വാഗ്വാദങ്ങളൊക്കെ. ഇത് തൊട്ടു മുമ്പ് മതന്മാരുടെ ചതിയെന്നൊക്കെ വിളിച്ച് വലിയ സാധനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുരു മരിച്ചു. അപ്പോഴത്തേക്ക് അടുത്ത മകനാണ് നേതാവായി. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് മതം മാറി വരുന്നുണ്ട്. അവരും ഒപ്പം നിന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്. അയാൾ കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഈ മകനും അപ്പോഴത്തേക്ക് ഇവരെങ്ങനെയൊക്കെ ഇവർക്ക് എല്ലാം ഉള്ളതുകൊണ്ട് ഇവർ മലമുകളിലെത്തി. ഈ അർമേനിയൻ ഭടന്മാർ, ക്രിസ്ത്യൻ ഭടന്മാർ മതമുകളിലെത്തി. നമ്മൾ ധാരാളമായി പ്രത്യാക്രമണത്തിന് ശ്രമിച്ചെങ്കിലും നമ്മുടെ ഈ ഹിന്ദുവിൻ്റെ സാമഗ്രികൾ കുറവ്, ആയുധങ്ങൾ കുറവായിരുന്നു. അവർ ധാരാളം മുകളിൽ കാവിക്കൊടികൾ, ഭഗവത്ഭയം എന്ന് ഞാൻ പറഞ്ഞ ധാരാളം കൊടികൾ അവർ പരാമർശിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാരെ മുകളിൽ ഇവർ കാണുന്നുണ്ട്. ഇവർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇവരുടെ കുതിരകളൊക്കെ ഇവർ മുകളിലേക്ക് കയറി അവസാനത്തെ നിർണായ യുദ്ധത്തിൽ ഈ മകനും കൊല്ലപ്പെടുന്നു. മിത്രൻ എന്ന് പറഞ്ഞ മകനും കൊല്ലപ്പെടുന്നു. അതോടുകൂടി ആ യുദ്ധം പൂർത്തിയായി. ഞാൻ പെട്ടെന്ന് പറയാം, ദീർഘമായി ഈ 3 ദിവസത്തെ യുദ്ധം ഭീകരമായി വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. സെനോബിയസാൽ നേരെ കണ്ട ആളാണ് അദ്ദേഹം. അത് ദീർഘമായി വർണ്ണിച്ചിട്ടുണ്ട്. അത് വലിയ യുദ്ധമാണ് ശരിക്കും. അത് തന്നെ ഒത്തിരി പറയേണ്ടതാണ്. അങ്ങനെ പെട്ടെന്ന് തീരുന്നു. അതുപോലെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ വീര്യം കാണിച്ചിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ കാത്തുകൊള്ളും അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അവർ ഭീകരമായി പോരാടി. പക്ഷേ കാലം അവർക്ക് കൂടെ നിന്നില്ല. അങ്ങനെ അവർ അവസാനിച്ചു. അവർ 1038 പേർ അന്ന് അവിടെ കൊല്ലപ്പെട്ടു. ഈ ആർഷൻ എന്ന് പറഞ്ഞ പൂജാരി. അതിനിടയ്ക്ക് പൂജാരിമാർ ഏൽക്കുന്നുണ്ട് ഇവരോട്. പൂജാരിമാർ ബിഷാപ്പിൽ നിന്നൊക്കെ അവരെ കൊല്ലുന്നുണ്ട്. ഈ മിത്രൻ എന്ന് പറഞ്ഞ മകൻ്റെ തല വെട്ടിയിട്ട് തല പൊതിഞ്ഞ് താഴെ കൊണ്ടുപോകുന്നുണ്ട്. ഈ പൂജാരിയുടെ തല വെട്ടിയിട്ട് തലയൊടുക്കും, ശരീരം ഉരുട്ടി താഴേക്ക്, അങ്ങനെ കൊടും ക്രൂരത ധാരാളം കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവർ ക്ഷേത്രം വിഗ്രഹം തകർക്കാൻ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അവസാനിക്കുന്ന പൂജാരിമാർ, ഈ മുഖ്യ പൂജാരിയും മകനും കൊല്ലപ്പെട്ടില്ല, ഉപശാന്തിമാരെല്ലാം അവിടെ വന്നിട്ട് കാലേ വീഴുന്നുണ്ട്. അവർ യാചിക്കുന്നുണ്ട്, ഞങ്ങളുടെ ദേവതയെ വെറുതെ വിടുക, ദേവതയെ നശിപ്പിക്കുക, വിഗ്രഹം നശിപ്പിക്കുകയായിരിക്കും, ഞങ്ങളെ കൊന്നുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ 6 പേര് അവിടെ വെച്ച് കൊല്ലുന്നുണ്ട്. ഈ പൂജാരിമാർ ഇത് യാചിച്ച് 6 പേരെ അവിടെ വെച്ച് ഈ ക്രിസ്ത്യാനികൾ കൊല്ലുന്നുണ്ട്. ഈ അർമേനിയൻ ക്രിസ്ത്യൻ ഗ്രിഗറിയുടെ നേതൃത്വത്തിലുള്ള സെനോബിയസ് കണ്ടു നിൽക്കുക, സെനോബിയസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം സെനോബിയസ് രേഖപ്പെടുത്തിയത് തന്നെയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. മുഴുവൻ രേഖകളോടെ പറയുന്നത്, മുഴുവൻ രേഖകളിൽ ലിങ്കിൽ കൊടുക്കുന്നുമുണ്ട്. വെറുതെ ഞാൻ വർഗീയവാദം പറയുന്നു, മതവാദം പറയുന്നു ഇത് ചരിത്രമാണ്. ഔദ്യോഗിക ഭാരതത്തിലെ കത്തോലിക്ക മതത്തിൻ്റെ ഔദ്യോഗിക ചരിത്രമാണ്. അവർ ഗ്ലോറിഫൈ ചെയ്യുന്ന ചരിത്രമാണ്. അർമേനിയയുടെ അക്വലയുടെ ചരിത്രത്തിലെ വലിയ എൻറ്റിറ്റിയോടാണ് ഹിന്ദു. അപ്പം ഈ വിഗ്രഹങ്ങൾ, ഈ 15 അടിയും 12 അടിയും പൊക്കമുള്ള കൃഷ്ണൻ്റെ വിഗ്രഹവും 15 അടി പൊക്കമുള്ള അതായത് മിത്ര എന്ന് പറയാം, അത് ജഗന്നാഥാവാം, മിത്രനാവാം, സൂര്യനാവാം, ഇത് രണ്ടും തകർക്കുന്നു, ഭീകരമായി തകർക്കുന്നു. അവിടെ കൃഷ്ണൻ്റെ വിഗ്രഹം തകർത്തത് ഒരു വലിയ കുരിശ് അവിടെ സ്ഥാപിക്കുന്നു മലമുകളിൽ. അത് ഗ്രിഗറി സ്ഥാപിച്ചതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗ്രിഗറി കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അത് അന്നേരം ഉടനെയല്ലേ നടക്കുന്ന, ഇത് കഴിഞ്ഞ ഉടനെ അങ്ങ് നടക്കുകയല്ല. ഇത് തകർത്തു എന്ന് പറഞ്ഞാൽ ഇത് വലിയ ക്ഷേത്രമല്ല, ഇത് തകർക്കാൻ ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാവും. അദ്ദേഹം തിരിച്ചു വന്ന് അവിടേക്ക് അദ്ദേഹം സ്ഥാപിച്ചു. അതൊരു മൊണാസ്ട്രി ആയിട്ട് മാറുന്ന പ്രക്രിയ അവിടെ തുടങ്ങാം. ഒപ്പം അവിടെ നിന്ന് 1038 പേര് കൊന്നു. അപ്പോൾ പുരോഹിതന്മാരെല്ലാം അയച്ച് കൊന്നവരെ ഞങ്ങൾക്കത് അടക്കിത്തരണം, അതിനുള്ള അവസരം അങ്ങനെ അനുവദിച്ചിട്ട് ഈ 1038 പേര് ഈ അർസൻ എന്ന് പറഞ്ഞ പുരോഹിതൻ ഉൾപ്പെടെ ഇവിടെ ഇവിടെ അടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അർമേനിയർ ഭടന്മാരൊരു ഫലകം സ്ഥാപിച്ചു. അവർ കൃഷ്ണ വിഗ്രഹത്തിന് വേണ്ടി ഇവിടെ കൊല്ലപ്പെട്ടു. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ പൊരുതി എന്ന് പറഞ്ഞൊരു ഫലകം ഇവിടെ സ്ഥാപിച്ചു. ആ ഫലകം സെനോബിയസ് രേഖപ്പെടുത്തിയിട്ടുള്ള അതിനൊന്നും അവശേഷിപ്പുകൾ ഇന്നൊന്നുമില്ല. അവിടുന്ന് അത് സ്ഥാപിച്ച് തിരിച്ചിറങ്ങി ഗ്രിഗറി വന്ന് ആ കൃഷ്ണൻ്റെ വിഗ്രഹം ചെമ്പ് വിഗ്രഹം തകർത്തെടുത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ വിഗ്രഹം തകർത്തെടുത്ത് കുരിശ് സ്ഥാപിച്ച് ആ കാർക്കി മലമുകളിൽ മുഷിൽ, ഇന്നത്തെ തുർക്കിയുടെ അവിടുന്ന് താഴേക്ക് വന്ന് ഇവർ 10,050 പേരെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. ഗ്രാമീണരെല്ലാം അവിടെ ഹിന്ദു ഗ്രാമീണരെ, അതിൽ സ്ത്രീകളെയും മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികളെയും പുരുഷന്മാരെ കൊണ്ട് 5,050 പേര് അവിടെ വെച്ച് മതം മാറ്റി. അവരുടെ തലമുടിയല്ല, അവർക്ക് തലമുടി നീട്ടി അവരെ നിന്ദിക്കുന്നതില്ല, അവരുടെ തലമുടി പഠിക്കുക, അവരുടെ തലമുടി ഞാൻ വലിച്ചു കളഞ്ഞ് അവരെ മുഴുവൻ മതം മാറ്റി. അവരെ ഭീഷണിപ്പെടുത്തി പ്രേരിപ്പിച്ച് വാൾമുനയിൽ മതം മാറ്റി. ആദ്യത്തെ വലിയ മതം മാറ്റം 5,000 ഓൾറെഡി 1038 പേരെ കൊന്നു മലമുകളിൽ ഇട്ടിരിക്കുന്നു. ഗ്രാമം തകർത്തിരിക്കുന്നു, ഹിന്ദു ഗ്രാമം തകർത്ത് ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. ഇവർ ഞാൻ പറഞ്ഞില്ലേ ഗ്രിഗറി പേടിച്ചോടി. അതിനുശേഷം വന്ന ഭടന്മാർ. അപ്പം ആ കൂട്ടക്കുറിച്ച് അത് എത്ര പേരുണ്ടാവും? 10,000, 2,000 പേര് അന്നോടെ കൊന്നിട്ടുണ്ട്. ഒരു ഹിന്ദു ഒരു സാമാജികതയെ, ഒരു ക്രിസ്ത്യൻ കിങ്ഡം, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ. അതാണ് ആദ്യത്തെ മതം മാറ്റം. പക്ഷേ അത് മാറിയിട്ട് അവരവിടെ അവശേഷിച്ചെന്ന് കരുതി. പക്ഷേ ഈ എല്ലാവരും മതം മാറിയിരുന്നില്ല. അവർ പതുക്കെ റെബലിയൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഒന്ന് ഞങ്ങളെ കൊല്ലൂ നിങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ച് പ്രതികാരം ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവത നിങ്ങൾക്ക് അന്ധതയും മരണം തരുന്ന ദേവതയാണ് ഞങ്ങളുടെ, നിങ്ങളെ വിടാതെ പിന്തുടരും എന്നവർ ശപിക്കുന്നുണ്ട് ഇവരെല്ലാവരും. പക്ഷേ വീണ്ടും ഇത് തുടർന്നപ്പോൾ അവരെന്ത് ചെയ്തു?
ഈ തലമുടി നീട്ടി വളർത്തിയവരെ അവർ വീണ്ടും കണ്ടെത്തി 450 പേര് 430 പേരെ വീണ്ടും കാസ്പിയൻ കടലിനടുത്തേക്ക് അവർ അയക്കുന്നു. അവിടെ ഇവരുടെ തലമുടി എല്ലാം കൂടെ കുറേ പേരെ തടവിൽ മാറ്റി. ഈ പ്രധാനപ്പെട്ട എതിർത്ത് നിന്നിരുന്ന കുറേ പേരുണ്ട് പിൽക്കാലത്ത്. ഈ 5050 പേരെ മതം മാറ്റിക്കും. പിന്നെ സ്ത്രീകളെ വേറെ മതം മാറ്റി, പിന്നൊരു ദിവസം മതം മാറ്റി എന്ന് പറയുന്നത്. എന്തിനോട് സ്ത്രീകളെ വേർതിരിച്ചാൽ മതം മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണം നമുക്കറിയില്ല. ഈ 438 പേരുടെ ചരിത്രവും സെനോബീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം യൂഫ്രട്ടീസിലേക്ക് കാണുന്ന സ്ഥലത്തിലാണ് ഈ മലനിൽക്കുക. അതുകൊണ്ട് ഞാൻ പറയാം, ഈ ഒരു നദിയുടെ യൂഫ്രട്ടീസിൻ്റെ നാഗരികതയുടെ ഭാഗം കൂടിയാണ്. യൂഫ്രട്ടീസിൻ്റെ കരയ്ക്കാണ് അത് വരുന്നൊരു മലയുടെ മുകളിലാണ് ഈ കാർക്കി, ഇന്നത്തെ ഈ മുഷ്യം കിഴക്കൻ തുർക്കിയിൽ നിൽക്കുന്നത്. അപ്പം അവിടെ അത് അവസാനിക്കുന്നില്ല. അതൊരു മൊണാസ്ട്രി ആയിട്ട് മാറ്റി കുരിശ് സ്ഥാപിച്ച് അതൊരു മൊണാസ്ട്രിക്ക്. അവിടെ ഈ വിജയപോയെ ഞാൻ മുമ്പേ പറഞ്ഞത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപകയോഹന്നാൻ്റെ അവശേഷിപ്പുകൾ അവിടെ കൊണ്ടുവന്ന് ഗ്രിഗറി അവിടെ സ്ഥാപിക്കുന്നു. പക്ഷേ ഈ പരമ്പരയുടെ ഇതിൻ്റെ വൈരുദ്ധ്യം പിന്നെ ഈ ഹിന്ദു എങ്ങോട്ടേക്ക് പോയെന്ന് അറിയില്ല. ചിലർ പറയുന്നുണ്ട് ഇവർ തിരിച്ച് കുറേ പേര് ഭാരതത്തിലേക്ക് പോകുന്നു. ഹിന്ദുസ് ഇൻ അർമേനിയ എന്ന് പറയുന്നത് വലിയ തരത്തിൽ ചരിത്രത്തിൽ ആ കാലത്ത് 19ാം നൂറ്റാണ്ടിലും ഒക്കെ പഠനം നടന്നിട്ടുണ്ട്. ഇത് ചിലർ പറഞ്ഞു ഇന്നത്തെ കീവില്ലേ, യുക്രൈൻ്റെ തലസ്ഥാനം കീവ് ഉണ്ടാക്കി ഈ ഇവിടുന്ന് പലായനം ചെയ്യപ്പെട്ട ഹിന്ദുവാണ് ഇന്നത്തെ കീവ് ഉണ്ട്. അങ്ങനെ ഒരു ചരിത്രത്തിലൊരു വാദമുണ്ട്. എന്തായാലും ആ ഹിന്ദു 10,000-15,000 വരുന്ന ഹിന്ദു 5,000-6,000 പേരെ കൊന്നതും ഒക്കെ നമുക്കറിയാം. 6,000-7,000 പേരെ. ബാക്കി എവിടെ പോയി നമുക്ക് കൃത്യമായി അറിയില്ല. അതിൻ്റെ പഠനം കൃത്യമായി നടന്നിട്ടില്ല. നമ്മുടെ ഒരു പുണ്യ സങ്കേതമാണ്. അവിടെ ഇപ്പോഴും ഹിന്ദു മന്ത്രങ്ങൾ അവിടെ കാറ്റിലുണ്ടാവാം. ആ ജനത ശപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു നാഗരികതയെ നിങ്ങൾ തകർത്തതിന് നിങ്ങൾക്ക് പ്രതികാരം തിരിച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ശപിച്ചിട്ടുണ്ട്. അത് ഇന്നും സംഗതമാണ്. ആ മൊണാസ്ട്രിയിലെ AD 301, 302, 303 പണി തീർത്തി ജോൺ ബാപ്റ്റിസ്റ്റ് ക്രിസ്തുവിനെ ജ്ഞാനസ്നാനം ചെയ്ത് അദ്ദേഹം കൊല്ലപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവശേഷിപ്പുകൾ കൊണ്ട് സ്ഥാപിച്ച അവിടെ അത് തൊട്ടടുത്ത് തന്നെ ഭൂകമ്പം തകർത്തു. ചരിത്രത്തിൽ 5 പ്രാവശ്യം AD 5-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ട്, 15, 16, 18 ഇങ്ങനെ 6 പ്രാവശ്യം അത് വീണ്ടും പണിയും വീണ്ടും തകർക്കും, വീണ്ടും പണിയും വീണ്ടും തകർക്കും. അതിന് സ്വസ്ഥമായി അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇതൊരു പുതുക്കിപ്പണി നടത്തി അല്പം അവശേഷിപ്പുകൾ ബാക്കിയിരിക്കണം. ആ മൊണാസ്ട്രിയുടെ എന്തൊക്കെയോ ഏതോ 19ാം നൂറ്റാണ്ടിലോ ഒറ്റ പണിഞ്ഞതിൻ്റെ അതെന്നാ തകർക്കുന്ന അറിയത്തില്ല. ഒപ്പം ഈ ജനത, ഈ ക്രിസ്ത്യൻ ജനത, അത് നമ്മൾ പറയുമ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. ഇത് അവിടെ അത്തരം പ്രദേശങ്ങളിൽ ഇത് പറയപ്പെടുന്നുണ്ട്. ഇതൊരു ശാപം. ഈ ജനത മുഴുവൻ തന്നെ നിങ്ങൾ അർമേനിയൻ 1-ാം ലോകമഹായുദ്ധത്തോടെ അർമേനിയൻ കൂട്ടങ്ങളെ അറിയാം. 15 ലക്ഷം പേരെയാണ് ഓട്ടോമൻ ഖലീഫയുടെ അണ്ടറിലേക്ക് ഇത് ഭാഗം 16-ാം നൂറ്റാണ്ടോട്ട് വന്നിരുന്നല്ലോ. ഈ കൊന്നുകൂട്ടിയ ഇവരുടെ പരമ്പരകൾപ്പെട്ട 15 ലക്ഷം പേരെ ഒട്ടോമൻ തുർക്കി ഖലീഫ കൊന്നുകളഞ്ഞു. സിറിയൻ മരുഭൂമിയിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. അപ്പം മൊണാസ്ട്രി ഇല്ല. ഈ പരമ്പര അവിടെ പലരും അവിടെ അങ്ങനെ ഒരു അത് ഈ ചരിത്രകാരന്മാരുടെ ഇടയ്ക്കും ഇതിനെ അവിടെ ഇവിടെ രേഖപ്പെടുത്തി പോകുന്നത് അവിടെ ഇതൊരു ശാപം പോലെ പിന്തുടരുന്നുകൊണ്ട് പലർക്കും സംശയിക്കുന്ന തരത്തിലാണ്. ആ ഒരു വലിയ ക്ഷേത്രത്തെ 450 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം, ആ നാഗരികതയെ മുഴുവൻ ഒരു ഹിന്ദു നാഗരികത, സനാതന നാഗരികതയെ മുഴുവൻ ഒരു ആദ്യത്തെ ക്രിസ്ത്യൻ കിങ്ഡം, ആദ്യത്തെ വിശുദ്ധനായ ഗ്രിഗറി ദി ഇലൂമിനേറ്ററിൻ്റെ നേതൃത്വത്തിൽ തകർക്കുന്നതാണ് ചരിത്രത്തിൽ. അതിനൊരു ഐറണി അങ്ങനെ തന്നെയുണ്ട്. വല്ലാത്ത അതങ്ങനെ നമ്മൾ അങ്ങനെ താരതമ്യം ചെയ്യാൻ പാടില്ല. 15 ലക്ഷം മനുഷ്യരെ കൊല്ലപ്പെട്ട വലിയ കഷ്ടമാണ്. ഹിറ്റ്ലർക്ക് പ്രേരണയാതാണ്. അർമേനിയനിൽ 15 ലക്ഷം പേര് കൊല്ലപ്പെട്ടിട്ട് ആരും ഒന്നും പറഞ്ഞില്ലോ എന്ന് ഹിറ്റ്ലർ പറയുന്നുണ്ട്. ഹിറ്റ്ലർക്ക് പ്രേരണയായ പലതിലൊന്നാണത്. അപ്പം അതങ്ങനെ ആ പരമ്പരയെ പിന്തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ അർമേനിയ നമ്മളോട്ട് നല്ല ബന്ധമാണ്. ഇന്നിപ്പം അർമേനിയയിലല്ല, തുർക്കിയിലാണ്. തുർക്കി നമ്മുടെ ശത്രു രാഷ്ട്രമായിട്ട് മാറിയിരിക്കുന്ന അറിയാമല്ലോ. അതുകൊണ്ട് ഹിന്ദു ഒരു സങ്കേതമാണ്. ആരും പരിഗണിക്കാത്തൊരു ഹിന്ദു സങ്കേതമാണ്. ആരെങ്കിലും അർമേനിയയിലൊക്കെ പോയി തുർക്കിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം. അവിടെ പഴയ ജനത, അവിടുത്തെ ധാരാളം ധനങ്ങൾ മുഴുവൻ എവിടുന്നു അത് മാറ്റിയ ധനം പിന്നീട് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അവിടെ നമ്മുടെ ഒരു പുണ്യ സങ്കേതം തന്നെയായിരുന്നു. എത്രയോ ഹിന്ദുവിൻ്റെ ചോര അവിടെ വീണിട്ടുണ്ട്. എത്രയോ ഹിന്ദുവിൻ്റെ ചോര, വിഷമത്തോട് പറയാം, ചിരിച്ചുകൊണ്ട് പറയല്ല. എത്രയോ ഹിന്ദുവിൻ്റെ ചോര അവിടെ വീണിട്ടുണ്ട്. എത്രയോ സനാതനികൾ, എത്ര ഗായത്രി അവിടെ മുഴങ്ങിയിട്ടുണ്ടാവാം. എത്ര കൃഷ്ണസ്തുതികൾ അവിടെ മുഴങ്ങിയിട്ടുണ്ടാവാം. എത്ര ഗണപതി സ്തുതികൾ, എത്ര മൃത്യുഞ്ജയം, എത്ര സൂര്യഗായത്രി, എത്ര സൂര്യാഷ്ടോത്തര ശതം, എത്ര ജഗന്നാഥ സ്തുതി. മഹാഭാരതം എത്ര പ്രാവശ്യം അവിടെ, രാമായണം എത്ര ആലപിക്കപ്പെട്ടിട്ടുണ്ടാവും. ഗീത എത്ര പ്രാവശ്യം അവിടെ ഗീതാ വ്യാഖ്യാനങ്ങൾ നടന്നിട്ടുണ്ടാവാം. എത്ര ഋഷി പരമ്പരകൾ അവിടെ പുലർന്നിട്ടുണ്ടാവാം. അത് മുഴുവൻ അന്യം നിന്ന് പോയില്ലേ. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ചരിത്രമാണ്, നമ്മൾ മറച്ചു വെച്ച ചരിത്രമാണ്. ഇത് ഔദ്യോഗികമാണ്. എന്നോട് ഇത് പഴക്കിട്ടിട്ട് കാര്യമില്ല, എന്നെ വർഗീയവാദം എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. എനിക്ക് മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞാനിതിൻ്റെ പിന്നാമ്പുറത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇത് രേഖപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇത് അറിയുക. ആരെങ്കിലും എന്തെങ്കിലും ഈ തുർക്കിയിലെ മുഷ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സൂർ കറാപ്പെട്ട ഈ മൊനാസ്ട്രിയുടെ പേര്
വിശുദ്ധനായ പിൻഗാമി എന്നെന്ത് പറയുന്ന അതിൻ്റെ അർത്ഥം ഈ അദ്ദേഹത്തെ അങ്ങനെ ക്രിസ്തുവിനെ ക്രിസ്തുനായ മുൻഗാമി ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപകയോഹന്നാൻ മുൻഗാമിയായിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ മല്ലേ ബ്ലാക്ക് മൊനാസ്ട്രി എന്നൊക്കെ പറയുന്ന അവിടേക്കാണ്. അത് ഇപ്പം ചെറുതായിട്ട് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതും അതിൻ്റെ അവശേഷിപ്പുകളും വിവിധ 5 പ്രാവശ്യം 6 പ്രാവശ്യം മല ഈ ഭൂകമ്പം തകർത്താണത്. അതങ്ങനെ നിൽക്കട്ടെ. അതാണ് ആ ചരിത്രം. ആദ്യത്തെ മതം മാറ്റലിൻ്റെ, ആദ്യത്തെ മതത്തിന് വേണ്ടിയുള്ള ഹിന്ദുവിനെ കൂട്ടത്തോടെ കൊന്നത്, ആദ്യത്തെ വിഗ്രഹധ്വംസനം, ക്ഷേത്രധ്വംസനം, അത് ക്രിസ്തു മതമാണ് ചെയ്തത്. ഔദ്യോഗിക ക്രിസ്തു മതം. അത് ചെയ്ത ആൾ വിശുദ്ധനുമായി. സന്തോഷം.